ഹലോ ഹായ്. നിങ്ങൾക്ക് സ്ഥലപരിമിതിയും എന്നാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നട്ടു വളർത്തിയ പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുമാണെങ്കിൽ, അതായത് ചാമ്പയോ അല്ലെങ്കിൽ നമ്മുടെ മാവൊക്കെ ഇഷ്ടപ്പെടാതെ പുതിയ ഇനങ്ങൾ നിങ്ങൾക്ക് വെക്കാൻ സ്ഥലമില്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ തൈകൾ വളരെ പെട്ടെന്ന് വളർത്തിയെടുത്ത് കായ്പ്പിക്കാൻ പറ്റും. ഈ പഴയ ഇത് നമുക്ക് വർഷങ്ങളോളം നമ്മൾ വളർത്തിയതിനു ശേഷം അതിൻ്റെ കായ്ഫലം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് വെട്ടിക്കളയാനേ പറ്റത്തുള്ളൂ. അങ്ങനെ വെട്ടിക്കളയുന്നതിന് മുമ്പ് നിങ്ങൾ അതിൻ്റെ ഇത് ഇനത്തിൽപ്പെടുന്ന തന്നെ നല്ല ഇനങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ ഇത് നമുക്ക് അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നല്ല ശക്തിയായിട്ട് വളർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് പെട്ടെന്ന് വളർന്ന് നമുക്ക് കായ്ഫലം കിട്ടുകയും ചെയ്യും. അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരേ കനത്തിലുള്ള കമ്പുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നല്ല ആരോഗ്യമുള്ള കമ്പായിരിക്കണം. അതിൽ കേടുപാടുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് അതിൻ്റെ രണ്ട് ഭാഗത്തെയും തൊലി ഒരേ കണക്ക് ചെത്തിയതിനു ശേഷം അത് നമുക്ക് വെച്ച് കെട്ടിക്കൊടുത്താൽ മതി. ആദ്യം ഇത് കണക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല വൃത്തിയുള്ള ഇരുമ്പൊക്കെ ഇതിന് ഉപയോഗിക്കണം. നമ്മളതിൻ്റെ പുറം തൊലി മാത്രമേ ചെത്തി കളയുന്നുള്ളൂ. അതിൻ്റെ തടിയിലൊന്നും ഈ ബ്ലേഡോ അല്ലെങ്കിൽ ഇരുമ്പോ കൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കണക്ക് മുകളിൽ താഴോട്ട് ജസ്റ്റ് ഒന്ന് തൊലി ചെത്തിക്കളഞ്ഞാൽ മതി. ഒറ്റ ടൈമിൽ ചെത്തുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഒരുപാടിട്ട് ചെത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. ഒറ്റ ചെത്തി എടുക്കുന്നത് എപ്പോഴും നല്ലത്. കാര്യം അതിൻ്റെ തൊലി അല്ലെങ്കിൽ പൊളിഞ്ഞു പോകും. തൊലി എപ്പോഴും നല്ല വൃത്തിയായിട്ട് അത് ഇരിക്കണം. എന്നിട്ട് ഇതിനെ നല്ല വൃത്തിയായി അത് ചെത്തി മാറ്റിയതിന് ശേഷം ഈ ഭാഗത്തേക്ക് നമ്മൾ ആദ്യം കൊണ്ടുവന്ന തൈയുടെ ആ ഭാഗം ഇതിനൊക്കെ ചെത്തി വയ്ക്കുക. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ ആദ്യം ഇതിലോട്ട് ഒട്ടിക്കുന്നത് തന്നെ വേരൊക്കെ ഉണ്ട്. അപ്പോൾ അത് അധികം ഇളവിപ്പോൾ വേണം ചെയ്യാൻ. കാര്യം ഈ സമയങ്ങളിലെല്ലാം ഒരു സപ്പോർട്ടായിട്ട് ആ വേര് ഇതിന് ജലവും വളമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും. ഈ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ വേറൊരു ഗുണമെന്ന് പറയാം, അഥവാ ഇത് പരാജയപ്പെട്ടാൽ പോലും നമുക്ക് വീണ്ടും ആ തൈയെടുത്ത് മണ്ണിലോട്ട് നടുകയോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പുതിയ കമ്പ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാനും പറ്റും. ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങിൽ ഒന്നും അത് നടക്കത്തില്ല. ഇത് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് മാത്രമേ ഈ മെത്തേഡ് നടക്കത്തുള്ളൂ. ഇങ്ങനെ ചെയ്ത് പിടിച്ചില്ലെങ്കിൽ പോലും നമുക്കത് പുതിയ തൈയായിട്ട് പിന്നീട് എടുത്ത് മണ്ണിലോ അല്ലെങ്കിൽ ചട്ടിയിലൊക്കെ നടാൻ പറ്റും. ഇതിനൊക്കെ രണ്ട് ഭാഗത്തും ഒരേ കണക്ക് തന്നെ തൊലി ചെത്തി മാറ്റുക. എന്നിട്ട് അമർത്തി നല്ല രീതിയിൽ ആ രണ്ട് ഭാഗവും ഇരിക്കുന്ന വിധത്തിൽ വെച്ച് കെട്ടിക്കൊടുക്കണം. നമുക്ക് ഇതിനൊക്കെയുള്ള ബഡ്ഡിങ്ങിന് ഉപയോഗിക്കുന്ന ടേപ്പാണ് ഏറ്റവും നല്ലത്. നമ്മൾ വെള്ളമൊന്നും പിന്നീട് ഇറങ്ങത്തില്ല. അല്ലെങ്കിൽ നല്ലൊരു ചരട് ഉപയോഗിച്ച് നല്ല ഇതിനൊക്കെ ചുറ്റി വരിഞ്ഞ് കെട്ടിയ ശേഷം എൻ്റെ മണ്ടയിൽ ഒരു കവറിട്ട് കെട്ടി വെച്ചാൽ മതി. ഒരു കാരണം വെച്ചാലും വെള്ളം ഇതിൻ്റെ അകത്ത് ഇറങ്ങാൻ പാടില്ല. ഇതിനൊക്കെ നല്ല ഇത് ചുറ്റി വരിഞ്ഞ് വയ്ക്കുക. ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ ഇത് നമ്മളിപ്പം അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് നല്ല കണക്ക് ഒട്ടിപ്പിടിക്കും. എന്നിട്ട് ശേഷം നമുക്ക് ഈ വേരുള്ള ഈ മണ്ണുള്ള ഭാഗം പിന്നീട് പയ്യെ അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നല്ല പുതിയ തൈ അതിന് കിളിച്ച് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോഴത്തേന് ബാക്കി അതിലുള്ള കമ്പുകളെല്ലാം റിമൂവ് ചെയ്ത് നമ്മൾ രണ്ടാമത് ഈ ഗ്രാഫ്റ്റ് ചെയ്ത കമ്പ് മാത്രം അത് നിർത്തിയാൽ മതി. വീഡിയോ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.